ഇതാണ് നമ്മുടെ പെരിട്ടോണിയം എന്ന് പറയുക. സോ പെരിട്ടോണിയത്തിന്റെ നോക്കിക്കേ, അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. കിഡ്നീസിനൊക്കെ പെർഫ്യൂസ് ചെയ്തതിന് ശേഷം നോക്കി ഈ റിനൽ വെയിനിൽ കൂടെ അത് പുറത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് കിഡ്നിയുടെ ഇപ്പൊ നമ്മളൊരു കിഡ്നി എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും അല്ലെ. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ എൻക്ലെക്സ് ആറിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാവേ. 58-year-old മെയിൽ ക്ലയന്റ് വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ്, കേട്ടോ, ക്രോണിക് കിഡ്നി ഡിസീസ് ഈസ് അഡ്മിറ്റഡ് വിത്ത് ഫെറ്റിക്. നെക്സ്റ്റ് എന്താണ്? ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് സ്വെല്ലിംഗ് ഇൻ ബോത്ത് ദ ലെഗ്സ് അല്ലെ. അപ്പം പേഷ്യന്റിന് ഫെറ്റീഗ്, അതായത് അമിതമായിട്ട് ക്ഷീണമുണ്ട്. രണ്ടാമത്തേത് ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് അല്ലെ, പേഷ്യന്റിന്റെ യൂറിൻ ഔട്ട്പുട്ട് കുറവാണ്. പിന്നെന്താണ്? സ്വെല്ലിംഗ് ഇൻ ബോത്ത് ദ ലെഗ്സ്, അതായത് രണ്ട് കാലിലും പേഷ്യന്റ് സ്വെല്ലിംഗ് ആണ്. അപ്പൊ പേഷ്യന്റ് ഡയഗ്നോസിസ് ഓൾറെഡി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് ആണ് അല്ലെ. പേഷ്യന്റ് എന്താണ്? CKD, ക്രോണിക് കിഡ്നി ഡിസീസ് ആണ് പേഷ്യന്റ് ഡയഗ്നോസിസ്. അപ്പൊ ഇതിന്റെ ലാബ് ഫൈൻഡിങ്സ് നോക്കിക്കേ. ഒന്നാമത്തേത് സിറം ക്രിയാറ്റിനിൻ ഈസ് 6.5 mg/dL. Serum potassium is 6.2 milliequivalents per liter. Hemoglobin is 8 g/dL. Next, blood urea nitrogen is 85 mg/dL. അപ്പൊ ഇതാണ് പേഷ്യന്റ് ലാബ് വാല്യൂസ് എന്ന് പറയുക. ജസ്റ്റ് നന്നായിട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കേ ഈ ലാബ് വാല്യൂസ്. അതായത് സിറം ക്രിയാറ്റിനിൻ അല്ലെ, സിറം ക്രിയാറ്റിനിൻ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ക്വസ്റ്റ്യനില്. അതായത് എലിവേറ്റഡ് ആണ്. എത്രത്തോളം എലിവേറ്റഡ് ആണ് നമുക്കറിയാലോ. നോർമൽ സിറം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 0.6 to 1.2 അല്ലെ, 1.2 mg/dL ആണ് നോർമൽ സിറം ക്രിയാറ്റിൻ എന്ന് പറയുക. അതേസമയം സിറം പൊട്ടാസ്യം ആണെങ്കിലോ നോർമൽ എത്രയാണ്? 3.5 to 5.1 mg/L ആണ് നോർമൽ സിറം പൊട്ടാസ്യം എന്ന് പറയുക. ഇത് എസ്പെഷ്യലി ഈ അതായത് ലാബ് അനുസരിച്ചിട്ട് അതിന്റെ വ്യത്യാസം ഉണ്ടാകാം. അതല്ല ലാബിന്റെ യൂസ് ചെയ്യുന്ന റിയേജൻസ് അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. നെക്സ്റ്റ് നോക്കിയാൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എത്രയാണ്? 8 g/dL അല്ലെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇതൊരു മെയിൽ പേഷ്യന്റ് ആണ് അല്ലെ. സോ സാധാരണ ഈ മെയിൽസിന്റെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു 13 to 16 അല്ലെ, 13 to 16 g/dL ആയിരിക്കും നോർമൽ എന്ന് പറയുക. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞിട്ടാ വരിക. അതേസമയം ബണ്ണ് അല്ലെങ്കിൽ ബ്ലഡ് യൂറിയ നൈട്രജൻ എന്ന് പറയുന്നത് 85 mg/dL അല്ലെ. അപ്പൊ നോർമൽ ബണ്ണ് എന്ന് പറയുന്നത് എത്രയാണ്? യൂഷ്വലി ഒരു 8 to 24 ഒക്കെ വരാറുണ്ട് അല്ലെ. 8 to 24 mg/dL ആണ് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറവാണ്, പക്ഷെ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും എലിവേറ്റ് ആയിട്ടാണ് നിൽക്കുക അല്ലെ. അത് കൂടാതെ തന്നെ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് പറഞ്ഞിട്ടുള്ള CKD ആണ് ഡയഗ്നോസിസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പേഷ്യന്റിന്റെ സിനാരിയോ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ ദിസ് ക്ലയന്റ്, സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. അതായത് ഈ ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റ് എന്തൊക്കെയായിരിക്കും നമ്മൾ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് കൊടുക്കുക, അതിൽ എല്ലാ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഇന്റർവെൻഷൻസും സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, പ്ലേസ് ദ ക്ലയന്റ് ഓൺ എ കാർഡിയാക് മോണിറ്റർ. Option B, restrict foods rich in potassium such as bananas and oranges. Option C, administer erythropoietin as prescribed. Option D, encourage intake of high protein diet to improve nutrition. Option E, prepare the client for possible dialysis. നോക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഒന്ന് സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ഡെപ്തിൽ നോളജ് ഉണ്ടാകണം. അതുകൂടാതെ അതിന്റെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവണം അല്ലേ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് അനലൈസ്, അതായത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് അനിമേഷന്റെ സഹായത്തോടു കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ജസ്റ്റ് ഒന്ന് അനിമേഷൻ കണ്ടിട്ട് നോക്കാം. നമുക്ക് ആദ്യം കിഡ്നീസിന്റെ പൊസിഷൻ നോക്കാം. നോക്കിയത് നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. കിഡ്നി എന്ന് പറഞ്ഞാൽ ഒരു റിട്രോ പെരിറ്റോണിയൽ ഓർഗൻ ആണ് അല്ലെ. അതായത് നമ്മുടെ കിഡ്നി നമ്മുടെ ബോഡിയിൽ ഇതിപ്പോ നോക്കിയേ, ഇതൊരു ആന്റീരിയർ വ്യൂ ആണ് അല്ലെ. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന്, നമ്മളിപ്പോ ഒരു ബോഡി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണോ കാണുക, അതാണ് ആന്റീരിയർ എന്ന് പറയുക അല്ലെ. സോ ഇതൊരു ആന്റീരിയർ വ്യൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കിഡ്നി എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്റീരിയർ അല്ലെങ്കിൽ റിട്രോ പെരിറ്റോണിയൽ ഓർഗൻ ആണ്. എന്ന് വെച്ചാൽ അതൊരു പെരിറ്റോണിയൽ ഓർഗൻ ആണ്. പെരിറ്റോണി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ അബ്ഡോമൻ ഒക്കെ ഇരിക്കുന്ന ഒരു ക്യാവിറ്റി. സോ പെരിറ്റോണിയൽ ഓർഗൻ ആണ്, പക്ഷെ റിട്രോ പെരിറ്റോണിയൽ എന്ന് വെച്ചാൽ പെരിറ്റോണിയത്തിന്റെ ബാക്കിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഇങ്ങനെ നോക്കിക്കേ, നമുക്ക് ഇവിടെ കാണാം. നോക്കി, ഇതാണ് നമ്മുടെ പെരിറ്റോണിയം എന്ന് പറയുക. സോ പെരിറ്റോണിയത്തിന്റെ നോക്കിക്കേ,
ഇവിടെ ഇതാണ് നമ്മുടെ കിഡ്നീസ് എന്ന് പറയുക അല്ലെ, രണ്ട് വശത്തും റൈറ്റിലും ലെഫ്റ്റിലും ആയിരിക്കുന്ന കിഡ്നി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ കിഡ്നിയുടെ ലൊക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മുടെ യൂറിനറി സിസ്റ്റം തന്നെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, യൂറിനറി സിസ്റ്റത്തിൽ എന്തൊക്കെയാ വരിക. അതായത് നമ്മുടെ രണ്ട് കിഡ്നീസ്, നമ്മൾ പറഞ്ഞ രണ്ട് കിഡ്നീസ് ഉണ്ട്. ഇതിന്റെ മുകളിലിരിക്കുന്ന ഈ ഒരു സംഗതി മനസ്സിലായോ എന്താണെന്ന്? അതായത് ഇത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. നമ്മുടെ ഒരു യൂറിനറി സിസ്റ്റത്തിൽ വരുന്നതല്ല എങ്കിലും ഞാൻ പറയുവാണ്, ഇത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. നോക്കിയാൽ രണ്ട് കിഡ്നീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണേണ്ട ഈ കാണുന്ന എന്താണ്, ഈ ട്യൂബ്സ് പോലെ കാണുന്നത് നമ്മുടെ യൂറിറ്റേഴ്സ് ആണ്. പിന്നെ ഈ യൂറിൻ ഇവിടെ നിന്ന്, അതായത് കിഡ്നീസിൽ നിന്ന് ഫോം ആകുന്ന യൂറിന് പിന്നെ എങ്ങോട്ടാ വരിക, അത് നമ്മുടെ യൂറിനറി ബ്ലാഡറിലേക്ക് വരും അല്ലെ. നോക്കി, ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ആണ്. അതിനുശേഷം ഈ വരുന്നു നമ്മുടെ യൂറിത്ര. സോ ഇത്രയാണ് നമ്മുടെ കിഡ്നീസിന്റെ അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ കിഡ്നീസിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടു, പിന്നെ നമ്മൾ യൂറിനറി സിസ്റ്റത്തിന്റെ സ്ട്രക്ചേഴ്സ് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ യൂറിൻ ഫോം ചെയ്യുക എന്നുള്ളത് അല്ലെ. നോക്കിക്കേ, ഇവിടെ ഇത് നമ്മുടെ റീനൽ ആർട്ടറീസ് ആണ്, ഇത് നമ്മുടെ റീനൽ വെയിൻസ് ആണ്. അപ്പൊ ബ്ലഡ് നോക്കിയേ ഈ ആർട്ടറിയിൽ കൂടെ കിഡ്നിയിലേക്ക് പോകുന്നുണ്ട്. അതേസമയം എന്താ സംഭവിക്കുക, ഈ കിഡ്നീസിന്റെ അകത്ത് തന്നെ യൂറിൻ ഒക്കെ ഫോം ചെയ്തിട്ട് അത് തന്നെ പുറത്തൂടെ നമ്മുടെ യൂറിറ്റേഴ്സ് വഴി അത് ബ്ലാഡറിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതുവഴി കയറിയ ഈ ബ്ലഡ് ഉണ്ടല്ലോ, ഈ റീനൽ ആർട്ടറി വഴി കയറിയ ബ്ലഡ് അത് നമ്മുടെ കിഡ്നീസിനൊക്കെ പെർഫ്യൂസ് ചെയ്തതിന് ശേഷം അത് നോക്കി ഈ റീനൽ വെയിനിൽ കൂടെ അത് പുറത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഈ പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കി, ഇതാണ് നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് കിഡ്നിയുടെ. ഇപ്പൊ നമ്മളൊരു കിഡ്നി എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും അല്ലെ. ഇതാണ് നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് കിഡ്നി എന്ന് പറയുക. അതിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീനൽ ആർട്ടറീസ് ഉണ്ട്, റീനൽ വെയിൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ റീനൽ ക്യാപ്സ്യൂൾ, അതായത് കിഡ്നീസിന്റെ ഏറ്റവും പുറത്തെ കവറിംഗ് ആണ് ക്യാപ്സ്യൂൾ എന്ന് പറയുക. പിന്നെ റീനൽ പെൽവിസ്, നോക്കിയ റീനൽ മെഡുല്ല, പിന്നെ റീനൽ കോർട്ടെക്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കറിയാം നെഫ്രോൺസ് അല്ലെ. നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി അല്ലെ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ നെഫ്രോൺസ് ആണ്. അതിൽ നോക്കി പല നെഫ്രോൺസിൽ തന്നെ വീണ്ടും പല തരത്തിലുള്ള അല്ലെങ്കിൽ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് നോക്കി ഈ PCT, അതായത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ കേട്ടോ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നത് DCT, അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ആണ്. പിന്നെ നമ്മുടെ കളക്ടിങ് ഡക്ട് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി വരുന്നുണ്ട്. സോ ഇതില് നോക്കിക്കേ, മിക്കവാറും എല്ലാ മിനറൽസും ഒക്കെ റീഅബ്സോർബ് ചെയ്യപ്പെടുക ഇമ്പോർട്ടന്റ് ആണ്. റീഅബ്സോർബ് ചെയ്യപ്പെടുക എവിടെയാണ്, ഈ PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലാണ് മിക്കവാറും എല്ലാ മിനറൽസ്, ഈവൻ ഈ പൊട്ടാസ്യവും കാര്യങ്ങളൊക്കെ റീഅബ്സോർബ് ചെയ്യുക ഈ PCT അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലാണ്. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു നെഫ്രോണിന്റെ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നെഫ്രോൺ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നോക്കാം കേട്ടോ. സോ ബേസിക്കലി നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലേ, അതായത് നമ്മുടെ ലൈക്ക് യൂറിന്റെ ഫോർമേഷനിൽ 3 സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുക അല്ലേ. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത് നോക്കിയാൽ ഫിൽട്രേഷൻ അല്ലെ. ഒന്നാമത്തേത് ഫിൽട്രേഷൻ, നെക്സ്റ്റ് റീഅബ്സോർപ്ഷൻ അല്ലെ. റീഅബ്സോർപ്ഷൻ, മൂന്നാമത്തേത് എന്തായിരുന്നു? സെക്രീഷൻ കേട്ടോ. സെക്രീഷൻ. 3 കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാവേ. അതില് ഈ ഒരു ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എവിടെ നടക്കുക, അതായത് ഫിൽട്രേഷൻ നടക്കുക ഇതാണ് നമ്മുടെ ഗ്ലോമറുലസ് അല്ലെ. ഗ്ലോമറുലസിലാണ് സാധാരണ ഈ ഫിൽട്രേഷൻ നടക്കുക. അതിനുശേഷം വരുന്ന എന്താണ്? റീഅബ്സോർപ്ഷൻ കൂടുതൽ നടക്കുക നമ്മുടെ ട്യൂബ്യൂൾസിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 തരത്തിലുള്ള ട്യൂബ്യൂൾസ് ആണ് വരിക അല്ലെ. ഒന്നാമത്തെ നോക്കിയാൽ പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയർ ബൈ അല്ലെ, അടുത്തുള്ള സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? പ്രോക്സിമൽ എന്ന് പറയുക. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ നിയർ ബൈ അല്ലെ, അടുത്തുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ കുറെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് വരിക? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ കഴിഞ്ഞാൽ പിന്നെ വരിക നമ്മുടെ ഈ ലൂപ്പ് ഓഫ് ഹെൻലി അല്ലെ. ഈ ലൂപ്പ് ഓഫ് ഹെൻലി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ആണ്. അപ്പം മിക്കവാറും എല്ലാ നമ്മുടെ അയോൺസ് മിനറൽസും ഒക്കെ റീഅബ്സോർപ്ഷൻ നടക്കുക നമ്മുടെ PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിളാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് മിക്കവാറും ഒക്കെ റീഅബ്സോർപ്ഷൻ നടക്കുക നമ്മുടെ ഈ ഒരു ലൂപ്പ് ഓഫ് ഹെൻലി കേട്ടോ. ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. അതായത് ലൂപ്പ് ഓഫ് ഹെൻലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട് അല്ലെ. ഒന്ന് നോക്കിയാൽ ഇത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയും ഇത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയും ആണ്. സോ ഈ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് അത് വാട്ടറിന് പെർമിയബിൾ ആണ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ അത് വാട്ടറിന് ഇംപെർമിയബിൾ ആണ്. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിങ് ഓഫ് നെഫ്രോണിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഈ രീതിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ നെഫ്രോൺസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ യൂറിൻ ഫോർമേഷൻ, എങ്ങനെയാണ് ഈ യൂറിൻ ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതായത് കിഡ്നീസിൽ ഈ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഈ പറഞ്ഞ പോലെ 3 സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം, അതായത് ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ, ഇത് 3 കഴിഞ്ഞതിന് ശേഷം ഈ കിഡ്നീസിൽ നിന്ന് യൂറിൻ ഈ യൂറിറ്റേഴ്സ് വഴി
വന്നിട്ട് എവിടെ നിൽക്കുന്നു, ഈ ബ്ലാഡറിൽ അത് സ്റ്റോർ ചെയ്യുന്നു, അതിനുശേഷം യൂറിത്ര വഴി അത് പുറത്തേക്ക് പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ കിഡ്നിയുടെ ഒരു ഫംഗ്ഷനിങ് എന്ന് പറയുക. അപ്പൊ നമ്മള് യൂറിന്റെ അല്ലെങ്കിൽ റീനൽ സിസ്റ്റത്തിന്റെ അനാട്ടമി ഫിസിയോളജി ഒക്കെ, നോർമൽ ആയിട്ടുള്ള അനാട്ടമി ഫിസിയോളജി ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാവേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെലക്ട്, അതായത് ഈ പേഷ്യന്റിന് സ്യൂട്ട് ആയിട്ടുള്ള എല്ലാ ഇന്റർവെൻഷൻസും സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ഓപ്ഷൻ എ, പ്ലേസ് ദ ക്ലയന്റ് ഓൺ കാർഡിയാക് മോണിറ്റർ അല്ലെ. അതായത് നമുക്കറിയാം സിറം പൊട്ടാസ്യം നോർമൽ എന്ന് പറഞ്ഞാൽ 3.5 to 5 ആണ്, അല്ലെങ്കിൽ 5.1 ആണ് വരിക. ഇവിടെ പേഷ്യന്റ് പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ എലിവേറ്റ് ചെയ്തിട്ട് നിൽക്കുക അല്ലേ. അപ്പൊ നമ്മള് ഈ കാർഡിയാക് മോണിറ്ററിൽ പേഷ്യന്റിനെ കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ടല്ലേ. അതായത് യൂഷ്വലി ഈ പേഷ്യന്റ് ഹൈപ്പർ കലീമിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് അരത്മിയാസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലേ. അതായത് നോക്കിയേ, ഇവർക്കൊക്കെ അരത്മിയാസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ കാർഡിയാക് മോണിറ്ററിൽ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ യു ഹാവ് ടു പ്ലേസ് ദ ക്ലയന്റ് ഓൺ കാർഡിയാക് മോണിറ്റർ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയാലോ, റെസ്ട്രിക്ട് ഫുഡ്സ് റിച്ച് ഇൻ പൊട്ടാസ്യം സച്ച് ആസ് ബനാനാസ് ആൻഡ് ഓറഞ്ചസ് അല്ലെ. അതായത് ഇവർക്ക് ഓൾറെഡി ഈ പേഷ്യന്റ് സിറം പൊട്ടാസ്യം എലിവേറ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഈ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. അതായത് ഇതും ഈ പേഷ്യന്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ഇന്റർവെൻഷൻ ആണ്. നെക്സ്റ്റ് മൂന്നാമത് നോക്കിയേ, അഡ്മിനിസ്റ്റർ എറിത്രോപോയിറ്റിൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. അതായത് കിഡ്നിയുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്താ, ഈ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അതായത് എറിത്രോപോയിറ്റിൻ എന്തിനാ യൂസ് ചെയ്യുക? എറിത്രോപോയിറ്റിൻ ബേസിക്കലി നമ്മുടെ ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുക. സോ അത് എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നീസ് ആണ്. സോ അതുകൊണ്ടാണ് ബേസിക്കലി ഈ ലൈക്ക് CRF അല്ലെങ്കിൽ CKD ഉള്ള പേഷ്യൻസിന് ഈ അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയാനുള്ള കാരണം ഇതാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ കണ്ടു അല്ലേ, 8 mg/dL ആയിരുന്നു നമ്മുടെ പേഷ്യന്റ് ഹീമോഗ്ലോബിൻ എന്ന് പറയുക. സോ അത് വളരെ കുറവാണ്. സോ ഇവരുടെ ഈ ഹീമോഗ്ലോബിൻ കുറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് എറിത്രോപോയിറ്റിൻ കുറഞ്ഞതാണ്. സോ നമുക്ക് ഈ പേഷ്യന്റ് എന്ത് ചെയ്യണം, നമുക്ക് ഈ പേഷ്യന്റ് എറിത്രോപോയിറ്റിൻ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. സോ എറിത്രോപോയിറ്റിൻ ഒരു ഹോർമോൺ ആണ് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ എറിത്രോപോയിറ്റിൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തേത്, നമ്മൾ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് BP കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, BP നമ്മൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. യു ഹാവ് ടു മോണിറ്റർ BP ഓഫ് ദിസ് പേഷ്യന്റ്. രണ്ടാമത്തേത്, ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ത്രോംബോ എംബോളിസം അല്ലെങ്കിൽ ത്രോംബോട്ടിക് ഡിസീസ് കേട്ടോ, ത്രോംബോട്ടിക് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് ഫോർ ദ ഒക്കറൻസ് ഓഫ് ത്രോംബോട്ടിക് ഡിസീസ് നമ്മൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എറിത്രോപോയിറ്റിൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം BP മോണിറ്റർ ചെയ്യുക. രണ്ടാമത്തേത്, ഇത് ത്രോംബോട്ടിക് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് ദിസ് ത്രോംബോട്ടിക് ഡിസോർഡർ വി ഹാവ് ടു മോണിറ്റർ. കൂടാതെ തന്നെ എറിത്രോപോയിറ്റിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം കേട്ടോ. അതായത് എറിത്രോപോയിറ്റിൻ കൊടുക്കുന്നത് ബേസിക്കലി ഹീമോഗ്ലോബിൻ ഇംപ്രൂവ് ചെയ്യാനാണല്ലോ. അപ്പൊ പേഷ്യന്റിന് അഡിക്വേറ്റ് ആയിട്ടുള്ള അയൺ സ്റ്റോർസ് ഉണ്ടാവണം കേട്ടോ. അതായത് ഈ പേഷ്യന്റ് അഡിക്വേറ്റ് ആയിട്ടുള്ള അയൺ സ്റ്റോർസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, വി ഹാവ് ടു ഗോ ഫോർ സിറം ഫെറിറ്റിൻ കേട്ടോ. സിറം ഫെറിറ്റിൻ നമ്മൾ ചെക്ക് ചെയ്യണം. സോ സിറം ഫെറിറ്റിൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എറിത്രോപോയിറ്റിൻ കൊടുക്കുക. അല്ലാതെ നമ്മൾ വെറുതെ എറിത്രോപോയിറ്റിൻ കൊടുത്തിട്ട് കാര്യമില്ല, പേഷ്യന്റ് ഹീമോഗ്ലോബിൻ ഇംപ്രൂവ് ആവില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ ഓപ്ഷൻ ഡി ആണെങ്കിലോ, എൻകറേജ് ഇൻടേക്ക് ഓഫ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ടു ഇംപ്രൂവ് ന്യൂട്രീഷൻ. പേഷ്യന്റ് ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഈ പേഷ്യന്റിന് ആപ്ലിക്കബിൾ ആണോ? നമ്മൾ കണ്ടു അല്ലേ, പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് CKD ഉള്ള പേഷ്യന്റ് ആണ്. സോ CKD ഉള്ള പേഷ്യന്റ് ആണ് എങ്കിൽ എന്താണ്, ബേസിക്കലി CKD ഉള്ള പേഷ്യന്റിന് നൈട്രോജിനസ് വേസ്റ്റ് അവരുടെ ബോഡിയിൽ കൂടുതലായിരിക്കും. എസ്പെഷ്യലി നമ്മളിവിടെ കണ്ടു അല്ലേ, സെറം ക്രിയാറ്റിൻ, ബ്ലഡ് യൂറിയ നൈട്രജൻ ഒക്കെ ഓൾറെഡി എലിവേറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കിയേ, പ്രിപ്പയർ ദ ക്ലയന്റ് ഫോർ പോസിബിൾ ഡയാലിസിസ് അല്ലെ. അതായത് പേഷ്യന്റിന് CKD ആണ്, പേഷ്യന്റിന് ഹൈപ്പർ കലീമിയ ഉണ്ട്, പൊട്ടാസ്യം കൂടുതലാണ്, കൂടാതെ ബണ്ണ് ഒക്കെ കൂടുതലാണ് അല്ലെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിന് ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ മെഷർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പോസിബിൾ ആയിട്ടുള്ള ഡയാലിസിസിന് വേണ്ടി പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ A, B, C, E ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഇതൊക്കെ ഈ പേഷ്യന്റ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ A, B, C, E ഇത്രയും ഇന്റർവെൻഷൻസ് പേഷ്യന്റ് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ എന്താണ് NCLEX എക്സാം പോലുള്ള എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ രീതിയിലായിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇത് കൂടാതെ തന്നെ പല തരത്തിലുള്ള പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് കേസ് സ്റ്റഡീസ് ഒക്കെ ഇപ്പം നമ്മുടെ NGN നെക്സ്റ്റ് ജനറേഷൻ NCLEX എക്സാംസിന് ചോദിക്കാറുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റ്
കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആക്കി പഠിക്കുക. അതോടൊപ്പം തന്നെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക, കൂടാതെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ NCLEX എക്സാം പാസ്സാകാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.